ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഇവിടുത്തെ ആർടിയെ കുറിച്ചാണ്, റോഡ് ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റി. അപ്പൊ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോ എനിക്ക് ഇന്ന് ഡോക്ടറെ കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പൊ ഇപ്പൊ നട്ടുച്ച സമയമാണ്. ഡ്യൂട്ടിനെ കൊണ്ടുപോയാൽ ശരിയാവില്ല. അപ്പൊ ഇവര് രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നിങ്ങളെയും കൂടെ കൂട്ടിയാലോ എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വളരെ എളുപ്പമായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് കേട്ടോ ദുബായിലുള്ളത്. മെട്രോ ആയാലും ബസ് ആയാലും. അപ്പൊ നമുക്ക് ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് നമുക്ക് അപ്പാർട്ട്മെന്റിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ പുളി ഗ്ലാസോ കുടയോ അല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല കേട്ടോ. ഭയങ്കര വെയിലാണ്. കണ്ടിങ്ങനെ കിഴിയത് എവിടെയെങ്കിലും പോയി ഇടിച്ചു വീഴും. സ്റ്റൈലാണ് ആരും വിചാരിക്കില്ലേ. ഓക്കെ, ഇത് സെക്യൂരിറ്റി ഫോർ ഐ പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലാണ്. അവിടെ എത്തണം നമുക്ക്. അവിടെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. കണ്ടല്ലേ ബസ്, അവിടെ ഒരു ബസ് നിർത്തിയിട്ടേക്കുന്നത്. അവിടെ എത്തണം. ഇവിടുത്തെ ബസ്സിൽ നമ്മൾ ടിക്കറ്റ് അല്ല കേട്ടോ. ബസ് മെട്രോ ഒക്കെ നമുക്ക് നോൾ കാർഡ് തന്നൊരു കാർഡുണ്ട്. അത് പഞ്ചിങ് സിസ്റ്റം ആണേ. അപ്പോൾ നമ്മൾ കാർഡിൽ ഓൾറെഡി നമ്മൾ റീചാർജ് ചെയ്തിടണം. ഒന്നെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ തന്നെ റീചാർജിങ് ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ കാർഡ് ബസ് കയറുമ്പോൾ നമുക്ക് പഞ്ച് ചെയ്യണം, ഇറങ്ങുമ്പോഴും പഞ്ച് ചെയ്യണം. അപ്പോഴാണ് ക്യാഷ് റെഡ്യൂസ് ചെയ്ത് പോവുള്ളൂ. പിന്നെ അപ്പോൾ പഞ്ച് ചെയ്യാണ്ട് കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻസ്പെക്ഷന് ആളെ കയറും. മിക്ക ദിവസങ്ങളിലും കയറും, എല്ലാ ബസ്സിലും കയറും. അപ്പോൾ അവരെടുത്ത് പഞ്ച് സിസ്റ്റം ഉണ്ടാവും, ഒരു മെഷീൻ. എന്ന് വെച്ചാൽ അവർ നോക്കുമ്പോൾ എല്ലാ കാർഡും അവർ ചെക്ക് ചെയ്യും. അപ്പോൾ പഞ്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. നല്ല ഫൈനാണ്. ഏകദേശം 200 ദിർഹംസാണെന്ന് തോന്നുന്നു ഫൈൻ. അതായത് നമ്മുടെ നാട്ടിലൊരു 5000 രൂപയുടെ അടുത്ത് ഫൈൻ അടിക്കും. അപ്പോൾ അതാ ഞാനിവിടെ അൽക്കൂസാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഇവിടെയുള്ള സ്റ്റോപ്പിലെത്തി. നമ്മുടെ ഇവിടെ ബസ്സിന് നാട്ടിലെ പോലെ പേരല്ല കേട്ടോ, ഓരോന്നിനും നമ്പറാണ്. F15, F21, F21A, F16 അങ്ങനെ പല നമ്പേഴ്സാണ് പല ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ ഓരോ 20 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ നമുക്ക് ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമുക്ക് F15 കയറേണ്ടത് മെട്രോ സ്റ്റേഷനിലേക്ക്. ഓൺ പാസീവ് മെട്രോ സ്റ്റേഷനിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതേ എൻ്റെ ബസ് വന്നു, ഞാൻ കയറട്ടെ. അപ്പോൾ നമ്മുടെ കാർഡ് എൻ്റെ കയ്യിലുണ്ട്. ആദ്യം നമുക്കത് കയറിയിട്ട് പഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനിതാ പഞ്ച് ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്ലോ മോഷൻ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, അപ്പോൾ നമ്മളെ ബാലൻസ് കാർഡിൽ എത്രയാണെന്നുള്ളതൊന്നും പൈസ എത്രയാണ് എടുത്തതെന്നും കാണിക്കും കേട്ടോ പഞ്ച് ചെയ്യുമ്പോൾ. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റേ ഉള്ളൂ ബസ്സിന്. പിന്നെ ട്രാഫിക് ഉണ്ടെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റോളം എടുക്കും. അങ്ങനെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുക കേട്ടോ. ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ പഞ്ച് ചെയ്തിട്ടുണ്ട്. 3 രൂപയാണ് നമുക്ക് പോയിട്ടുള്ളത്. 3 രൂപയല്ല, 3 ദിർഹംസ്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നടക്കാനുണ്ട്. ഭയങ്കര വെയിലാട്ടോ. അയ്യോ, നട്ടുച്ച സമയമായതുകൊണ്ട്. പിന്നെ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ ഇങ്ങനത്തെ ഷേപ്പായിരിക്കും കേട്ടോ. എല്ലാം ഒരു ഹാഫ് എഗ്ഗ് പുഴുങ്ങി വെച്ച എഗ്ഗിൻ്റെ ഒരു ഹാഫ് കട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ഷേപ്പായിരിക്കും. നമ്മുടെ ബസ് ദുബായ് ബസ്സെല്ലാം ഇവിടെ ഇങ്ങനെയാണ്. ഒറ്റ ടൈപ്പ് ബസ്സേ ഉള്ളൂ, ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ്. ടാക്സി ഫ്രണ്ടിൽ ഞാൻ മെട്രോ സ്റ്റേഷനിൽ കയറി. ഞാൻ പറഞ്ഞില്ലേ മെട്രോ സ്റ്റേഷനിൽ നമുക്ക് കാർഡിൽ റീചാർജ് ചെയ്യാൻ പറ്റുന്നത്, അതിനുള്ള ഫെസിലിറ്റിയാണിത്. പിന്നെ 50 ദിർഹംസിന് മുകളിലാണെങ്കിൽ നമുക്ക് അവിടെ കൗണ്ടറിൽ റിസപ്ഷനിൽ കൊടുത്താൽ അവർ ചെയ്തു തരും. അതിന് താഴെ റീചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ തനിയെ ഇതേപോലെ ATM മെഷീൻ പോലെ ഒരു മെഷീൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ പൈസ ഇട്ടിട്ട് കാർഡിൽ റീചാർജ് ചെയ്യുക. ഇനി മെട്രോ സ്റ്റേഷനിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴും നമ്മൾ സെയിം കാർഡാണ് പഞ്ച് ചെയ്യുന്നത്. കണ്ടോ, 24 ദിർഹം ബാലൻസ് ഉണ്ട് എനിക്ക്. ഇനി ഇവിടെ മാപ്പ് ഉണ്ടാവും നമുക്ക്. ആ മാപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് മാപ്പ് നോക്കിയിട്ട് വേണം ഏത് പ്ലാറ്റ്ഫോമിൽ പോകണമെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ ഗ്രീൻ ലൈനും റെഡ് ലൈനും ഉണ്ട്. അപ്പം ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുർജുമാൻ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് എത്തിസലാത്ത് അതുപോലെ തന്നെ ക്രീക്ക് എന്ന് പറഞ്ഞ സ്റ്റോപ്പിലേക്ക് സ്പ്ലിറ്റ് ആവുന്നതാണ്. റെഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എക്സ്പോ മുതൽ സെൻട്രൽ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് വരെയാണ്. ഇപ്പോൾ ഈ അടുത്തായിട്ട് UAE എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് റെഡ് ലൈൻ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെട്രോ വന്നു. നമ്മുടെ ഒരു 3 മിനിറ്റ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മെട്രോ വന്നുകൊണ്ടിരിക്കുക. അത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്കുണ്ടാകും. നമുക്ക് കയറേണ്ടത് അതിലല്ല കേട്ടോ. ഞാൻ നിങ്ങളെ വീഡിയോയിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് വെച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മെട്രോ ഇപ്പം വരും, നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മെട്രോ വന്നു കേട്ടോ.
അങ്ങനെ വന്ന് നമുക്ക് കയറാൻ വലിയ തിരക്കൊന്നുമില്ല, ഉച്ച സമയം കണ്ടായിരിക്കും, പക്ഷേ സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ കയറട്ടെ. ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 25 മിനിറ്റോളം ഉണ്ട്. ബുർജ്മാൻ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാട്ടോ നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പം അവിടേക്ക് ഒരു 25 മിനിറ്റോളം ഉണ്ട്. പെട്ടെന്ന് എത്തും. കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോവാം. ഓക്കെ, المركز المالي. The final destination of this train is Center Point. The next station is Financial Center. ഇവിടുത്തെ ഓരോ സ്റ്റോപ്പിൻ്റെയും പേരൊരു കൗതുകമുള്ളതാ അല്ലേ. അപ്പം ഞാനിത് എൻ്റെ സ്റ്റോപ്പിലെത്തിയിട്ടോ. ഇതാണ് ബുർജ്മാൻ. ഇത് വലിയൊരു മെട്രോ സ്റ്റേഷനിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഇൻ്റർചേഞ്ചിങ് സ്റ്റേഷനാണ്. ഗ്രീൻ ലൈനും റെഡ് ലൈനും ക്രോസ് ചെയ്ത് നമുക്ക് ഗ്രീൻ ലൈനിലേക്ക് ചേഞ്ച് ആവാനുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭയങ്കര തിരക്കാട്ടോ അവിടെ. ഇത് ഉച്ച സമയം ആയതുകൊണ്ടാണ് വലിയൊരു റഷ് ഇല്ലാത്തത്. ഇനി എനിക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് ഡോക്ടറെ കൺസൾട്ടേഷൻ സെൻറ്ററിലേക്ക്. അപ്പോൾ അവിടേക്ക് പോവാം. നമ്മളിതേ ഇറങ്ങാറായി. മെട്രോ സ്റ്റേഷനിൽ എക്സിറ്റ് ആവുകയാണ്. എക്സിറ്റ് എല്ലാം നമ്മൾ ബോർഡ് നോക്കിയിട്ടേ കയറാവൂ കേട്ടോ. ഇതേ ഞാൻ വീണ്ടും പഞ്ച് ചെയ്തു. 5 ദിർഹംസ് എനിക്ക് പോയി കേട്ടോ. അപ്പം ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോവാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെട്രോ ബസ് നമ്മൾ ഒരുമിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ബസ്സിലെ മിനിമം ചാർജ് 3 ദിർഹംസേ ഉള്ളൂ എങ്കിൽ നമുക്ക് റിഡക്ഷൻ വരില്ല കാർഡിൽ നിന്ന്. അപ്പം നേരത്തെ ഞാൻ കയറിയപ്പം എനിക്ക് 3 ദിർഹം പോയില്ലേ. അപ്പോൾ എനിക്കിവിടെ അത് റീഫില്ലായി. അതായത് എനിക്ക് ഇപ്പോഴും 22 ദിർഹംസ് ബാലൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മളിവിടെ എത്തി. ഇച്ചിരി ദൂരം നടക്കാനുണ്ട്, 10 മിനിറ്റ് ദൂരം നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കടന്ന് അവിടെ എത്താം. 4 മണിക്കാണെങ്കിൽ അപ്പോയിൻമെൻറ്റ്, 4 മണിയായി, ലേറ്റായി. അങ്ങനെ ഇതാ ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ കൺസൾട്ടേഷൻ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇനി വീണ്ടും മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് കേട്ടോ. നല്ല വെയിലാണ് ഗൈസ്. നമ്മളിതാ മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി വീണ്ടും പഞ്ചിങ് ചെയ്ത് പോകണം. വന്ന വഴിയിൽ വേണം പോവാൻ. പക്ഷെ നമുക്ക് ലിഫ്റ്റിൽ കയറാം. ബിക്കോസ് നല്ല ടയേർഡായി. ഭയങ്കര വെയിലാണ്. തലവേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് ലിഫ്റ്റിൽ കയറി പോവാം. ഓക്കെ, എനിക്ക് ശരിയാ. നല്ല തിരക്കാട്ടോ ഈ ബുർജ്മാൻ മെട്രോ സ്റ്റേഷനിൽ. ഈ മെട്രോ സ്റ്റേഷനിലുള്ള ബോർഡും അതേപോലെ മാപ്പും നല്ല രീതിയിൽ നോക്കിയിട്ടേ നമ്മൾ പ്ലാറ്റ്ഫോമിലെല്ലാം പോയി നിൽക്കാവൂ. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. എക്സിറ്റ് ആകുമ്പോഴും അതെ, നമ്മൾ ഏത് എക്സിറ്റ് ആണെന്ന് ശരിക്കും നോക്കിയിട്ട് എക്സിറ്റ് ആവാവൂ. ഇല്ലെങ്കിൽ നമുക്ക് സ്ഥലം മാറിപ്പോവും കേട്ടോ. ആകെ കൺഫ്യൂഷനായി പോവും. എപ്പോഴും എല്ലാ ബോർഡും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് തിരിച്ച് കയറേണ്ടത് എങ്ങോട്ടാണ്? ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ സെൻട്രൽ പോയിന്റിലേക്ക് കയറി. അങ്ങോട്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോകണം? എക്സ്പോ 2020 പോകണം. അപ്പോൾ 2 മിനിറ്റേ ഉള്ളൂ. ട്രെയിൻ വന്നു, ഞാൻ കയറി ഓൺ പാസ് മെട്രോ സ്റ്റേഷനിലെത്തി. അതാണ് എൻ്റെ സ്റ്റോപ്പ്. ഇനി ഇവിടുന്ന് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്കുള്ള ബസ് കയറാൻ കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു. നമ്മുടെ UAE എക്സ്ചേഞ്ചിലേക്ക് ഓൾറെഡി അതേ ട്രെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പോകാം. ആദ്യം നമ്മൾ എവിടെ ഇറങ്ങിയിട്ട് മാറി കയറേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പം ഈ അടുത്ത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാനിതേ ബസ് കയറി
ഇനി ഇതാ ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇവിടെ നമുക്കൊരു മെഷീൻ ഉണ്ടാവുക ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ടോ വെയിറ്റിംഗ്. ഇതിൽ നമ്മൾ പുഷ് ചെയ്തിടണം. അപ്പോൾ നമുക്ക് സിഗ്നൽ പെട്ടെന്നാവും കേട്ടോ. അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റിയാണ്. ഇവിടെ ട്രാഫിക് ഭയങ്കരമെന്ന് അറിയാലോ. അപ്പോൾ ഇവിടെ എപ്പോഴും യാത്രക്കാർക്ക് കാൽനട യാത്രക്കാർക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ ഇവിടുത്തെ ട്രാഫിക് റൂൾസ്. ഹലോ ഗൈസ്, ഞങ്ങളുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അടിപൊളിയല്ലേ? കണ്ടില്ലേ? വീഡിയോ എല്ലാം കണ്ടില്ലേ എല്ലാവരും? ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വീണ്ടും തരണം. അതെ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.